തന്റെ പാർട്ടിയെ UDF-ലെ ഘടകകക്ഷിയാക്കിക്കൊണ്ടുള്ള പ്രഖ്യാപനം ഉടൻ നടത്തണമെന്ന് CK ജാനു ആവശ്യപ്പെടുന്നു. മുന്നണിക്കുള്ളിൽ വേണ്ടത്ര പരിഗണന ലഭിച്ചില്ലെങ്കിൽ അതിനനുസരിച്ചുള്ള നിലപാടെടുക്കുമെന്നാണ് CK ജാനുവിന്റെ മുന്നറിയിപ്പ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഘടകകക്ഷിയായി പ്രഖ്യാപിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും അവർ പറയുന്നു. തെരഞ്ഞെടുപ്പിലെ സംഘടനയുടെ നിലപാട് വരും ദിവസം പ്രഖ്യാപിക്കുമെന്നും CK ജാനു മീഡിയ വണ്ണിനോട്. കേരളത്തിലെ പ്രമുഖ ദളിത് രാഷ്ട്രീയ പ്രവർത്തകയും ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റുമായ CK ജാനുവാണ് നമുക്കൊപ്പം ചേരുന്നത്. UDF-ന് പിന്തുണ പ്രഖ്യാപിക്കുന്നതിലേക്ക് കാര്യങ്ങളൊക്കെ പോയിരുന്നു. എങ്ങനെയാണ് മുന്നണിയിൽ പ്രവേശിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എവിടം വരെ എത്തിയിരിക്കുന്നത്? വളരെ കൃത്യമായിട്ട് UDF മുന്നണിയുടെ പ്രധാനപ്പെട്ട ആളുകളുമായിട്ടുള്ള ഒരു ചർച്ച വളരെ കൃത്യമായിട്ട് നടന്നിട്ടുണ്ട്. അവസാനം നമ്മളെ മുന്നണി എന്നുള്ള നിലയിലേക്ക് പരിഗണിക്കുക എന്നുള്ളത് തന്നെയാണ് അവസാന ഘട്ടത്തിൽ ഒരു മീറ്റിംഗിൽ നടന്നിട്ടുള്ളത്. UDF-ൽ വേണ്ടത്ര പ്രാതിനിധ്യം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇല്ല, പ്രാതിനിധ്യം കിട്ടണം. കിട്ടിയില്ലെങ്കിൽ അതിനനുസരിച്ച് നിലപാടെടുക്കാൻ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. എത്രയും വേഗം മുന്നണിയിൽ ഉൾപ്പെടുത്തുന്ന പ്രഖ്യാപനം നടത്തണം. മുന്നണിയുടെ ജനാധിപത്യ മര്യാദ എന്താണോ അത് പാലിക്കണം. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ JRPയെ മുന്നണിയിലെടുത്തു എന്നുള്ള പ്രഖ്യാപനം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. ഉണ്ടാകും എന്നുള്ള രീതിയിലാണ് നമ്മൾ സംസാരം വന്നിരിക്കുന്നത്. അതെന്തായാലും അവർ വളരെ കൃത്യമായിട്ട് തന്നെയാണ് അങ്ങനെ ഒരു നിലപാടെടുത്തിരിക്കുന്നത്. എങ്ങനെയായിരിക്കും ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ JRPയുടെ ഒരു നിലപാടും പ്രവർത്തകരുടെ പ്രവർത്തനവും കാര്യവും? ഞങ്ങൾ അടുത്ത ദിവസം ഞങ്ങളുടെ ഇതിൻ്റെ സ്റ്റേറ്റ് കോർ കമ്മിറ്റി മീറ്റിംഗ് കൂടുന്നുണ്ട്. അതിൽ നമ്മുടെ ആളുകൾ എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നതെന്നുള്ളത് ഒരു പരസ്യ പ്രഖ്യാപനം നമ്മൾ നടത്തും. NDAയിൽ നിന്ന് പുറത്തു വരുന്ന ഘട്ടത്തിൽ പോലും ഇടതുപക്ഷത്തിനൊപ്പം ചേരുന്നില്ല, പകരം UDF-നൊപ്പം ആണ് എന്നുള്ള പ്രഖ്യാപനമാണ് നടക്കുന്നത്. അതെന്താണ് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു? ഇടതുപക്ഷം പോലെയുള്ള പ്രസ്ഥാനത്തിനകത്താണ് ഈ ആളുകൾ ഈ നൂറ്റാണ്ടുകളായിട്ട് നിന്നത്. കൊടി പിടിച്ചതും ജാഥയ്ക്ക് നീളം കൂട്ടിയതും പോസ്റ്റ് ഒട്ടിച്ചതും വോട്ട് ചെയ്തതും ഒക്കെ അവർക്കാണ്. പക്ഷേ എന്നിട്ട് അവരെ മനുഷ്യരായിട്ട് പരിഗണിക്കാൻ പോലും ഇടതുപക്ഷ പ്രസ്ഥാനം തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ അങ്ങനെയുള്ള പ്രസ്ഥാനത്തിൻ്റെ കൂലിത്തൊഴിലാളികളായിട്ട് ഇനി നിൽക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല എന്നാണ് ഇതിലൂടെ ഞങ്ങൾ പറയുന്നത്. ആ നിലയിലാണ് CK ജാനുവിൻ്റെ രാഷ്ട്രീയ പാർട്ടി ഇത്തവണ UDF-നൊപ്പമാണ്. അതേസമയം മുന്നണിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രഖ്യാപനത്തിലേക്ക് ഏറ്റവും വേഗത്തിൽ കടക്കണം എന്ന ആവശ്യം കൂടിയാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. ഇടുക്കിയിൽ നിന്ന് മുഹമ്മദ് ആഷിഖ്, മീഡിയ 1.